കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അഭിരാമിന്റെ അടുത്ത് ഹോസ്പിറ്റലായിരുന്നു ഗൗതം. അങ്ങനെ പുതിയ ഹോസ്പിറ്റലിലേക്ക് അഭിരാമിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പഴയ ഹോസ്പിറ്റലിലെ പോലീസുകാരൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന്. അങ്ങനെ പുതിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. പിന്നീട് ഗൗതത്തിനോട് അഭിരാമി പറഞ്ഞു ഇനി ഇപ്പൊ പൊക്കോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പക്ഷെ ഗൗതത്തിന് പോകാൻ എന്തോ ഒരു മടി. ഒരു പക്ഷേങ്കിൽ ഡോക്ടർ വന്ന് ഇതുവരെയായിട്ടും കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ താൻ പോകുന്ന സമയത്താണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിലോ അഭിരാമി പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഗൗതത്തിന് ഇനിയിപ്പോൾ ആ ഒരു ഭയം വേണ്ടെന്ന് പറയാം. പോരാത്തിന് ഞാൻ ഹോസ്പിറ്റലല്ലേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോണം പറയാം. ഗൗതം പറഞ്ഞു അല്ല ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കാൻ ഞാൻ എങ്ങനെയാ പോണേ, കാരണം അവിടുന്ന് ഇത്രയും ദൂരം വരെ വന്നതല്ലേ. അത് തന്നെയല്ല അഭിരാമിയുടെ സിറ്റുവേഷൻ അത്ര മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് പിന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കി എന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നല്ലേ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയതിന് ശേഷമാണെങ്കിലോ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും പറയണേ. അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, ഒരു പ്രശ്നമില്ലെന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല ഗൗതം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഗൗതത്തിനും പ്രശ്നമാവും, അറിയാലോ. അതേസമയം ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് പറയാം. ഗൗതം പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, എന്നാലും ഒരു ബുദ്ധിമുട്ട്, ധൈര്യമായിട്ട് പോയിട്ട് വാ. അത് മാത്രമല്ല നാളെ നന്ദയുടെ ഫംഗ്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നാൽ മതി. ഒരു പക്ഷേ നന്ദയ്ക്ക് ഞാൻ കാണും ഒരു ബുദ്ധിമുട്ടും മേലേലും ഉണ്ടാവരുത്. ഞാനും എൻ്റെ കുഞ്ഞും ഒരിക്കലും നന്ദയ്ക്കൊരു ബാധ്യയാവരുതെന്ന് പറയാം. ഗൗതം പറഞ്ഞു പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ശരി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം കേട്ടോ, വിളിച്ചാൽ മതി, ആ സെക്കൻഡ് തന്നെ ഞാൻ പോന്നാളാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. ഈ സമയം അഭിരാമി മനസ്സിൽ പറഞ്ഞു തനിക്കും കുഞ്ഞിനെയും വേണ്ടിയിട്ട് ഗൗതം എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത്. പാവം ഗൗതം തൻ്റെ ജീവൻ വരെ പണയപ്പെടുത്തി എപ്പി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണേ. ഒരു പക്ഷേങ്കിൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് ജോലി വരെ തെറിക്കാം. ഒരു തീവ്രവാദിനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ കളിക്കൂട്ടുകാരിയാണ്. അതിന്റെ പേരിൽ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ കുഞ്ഞിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്ന, ഒരു കാരണവശാലും തൻ്റെ ജീവൻ പോയാലും താൻ ഒരിക്കലും ഗൗതത്തിന് ഒറ്റിക്കൊടുക്കില്ല എന്നൊരു തീരുമാനം അഭിരാമി എടുക്കുന്നുണ്ടായിരുന്നു. ഇനി താൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഗൗതത്തിന് ഉണ്ടാവരുത്. ഈ സമയം ഇന്ത്യവരത്തിലേക്ക് പോയ പിങ്കി നന്ദി ആകെപ്പാടെ തകർന്ന മനസ്സോടെയാണ് കയറിച്ചത്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നന്ദയോട് പിങ്കി പറഞ്ഞു അതെ നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഒരു പക്ഷേങ്കിൽ ഗൗതം അഭിരാമിയെ കൊണ്ട് പോയത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കായിരിക്കും. ഒരു പക്ഷേ നമ്മളെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വല്ല അറിയിപ്പും കിട്ടിയിട്ടുണ്ടാവോ, അതുകൊണ്ടാണോ? അങ്ങനെയാവാൻ വഴിയില്ല, ഒരു ചിലപ്പം വേറെന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കുന്നു നന്ദ പറയാം. എന്താണേലും അറിയില്ല, നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാന്ന് പറഞ്ഞാൽ ഗൗതത്തിന് അധികം ദൂരം ഒന്നും പോകാൻ പറ്റില്ല. അഭിരാമി പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞേ, അങ്ങനെ പ്രഗ്നന്റ് ആണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അന്വേഷിച്ച് നോക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാം. രണ്ടുപേരും വീട്ടിലേക്ക് എന്ത് കയറുവാണ്. അങ്ങനെ ചെന്ന് കയറിയപ്പോ ലക്ഷ്മിയമ്മ ഓടി വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും കൂടി ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം. പക്ഷെ നന്ദ ഒന്നും മിണ്ടിയില്ല. നന്ദയുടെ മുഖം കണ്ടപ്പം ലക്ഷ്മിയമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട്. എന്താ നന്ദമോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയം നന്ദ ലക്ഷ്മിയമ്മനെ കെട്ടിപ്പിടിച്ച് കരയുക. ലക്ഷ്മിയമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ നന്ദമോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഇനിയിപ്പൊ പിങ്കിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതോ പുറത്തും എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് അറിയില്ലോ. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് ഒന്നും മിണ്ടാതെ കയറിപ്പോവാ. പെട്ടെന്ന് പിങ്കിയോട് ചോദിച്ചു എന്താ പിങ്കി നന്ദ എന്തിനാ കരയണേന്ന് ചോദിക്കുക. നന്ദ കരയണ മാത്രമല്ലേ ഉള്ളെന്ന് പറയാം. എന്താ പിങ്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറ്റിയത്? പ്രശ്നം ഉണ്ടോന്നോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമെന്ന് പറയാം. നന്ദയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ഈ സമയത്താണ് അർജുൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അർജുനും അരുന്ധതിയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അറിഞ്ഞു ചോദിച്ചു എന്താ പിങ്കി എന്ത് പറ്റി, നന്ദയടുത്ത് എന്തിനാ കരഞ്ഞുകൊണ്ട് പോണേന്ന് ചോദിക്കാം. നീ വല്ല വഴക്കുണ്ടാക്കിയോന്ന് ചോദിക്കണം. അതങ്ങനെയാണല്ലോ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ തലയിലേക്കല്ലേ എല്ലാവരും കയറുന്നേ. പക്ഷെ ഇവിടെ പ്രശ്നക്കാര് ഞാനല്ലെന്ന് പറയാം. നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഗൗതം, ഗൗതം കാരണം ഇപ്പൊ നന്ദ കരയണേന്ന് പറയാം. ഗൗതമേട്ടൻ കാരണോ? ഗൗതമേട്ടൻ എന്ത് പറ്റി? ഗൗതമേട്ടനൊന്നും പറ്റിയൊന്നുമില്ല, ഗൗതമേട്ടനാണ് ഇപ്പൊ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുന്നു പറയാം. ഗൗതമേട്ടൻ പറ്റിച്ചെന്നാ? ആരെ പറ്റിച്ച കാര്യം പിങ്കി നീ പറയണേ, നീ അവിടെ ഇവിടെ തൊടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഗൗതം കാണിച്ച കാര്യമൊന്നും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാന്ന് പറയാം. ഓ അതിന് മാത്രം വല്ല കുറ്റം എന്താ ഗൗതമേട്ടൻ ചെയ്തേ? ഗൗതമേട്ടൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശ്വാസം വരുന്നില്ലായിരിക്കും അല്ലേ, എന്നാൽ നന്ദേനെ തന്നെ വിളിക്കാന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ പിങ്കി നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അതെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്, ഞങ്ങൾ അഭിരാമിയെ കുറിച്ച് അറിയാൻ പോയതാന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഗൗതത്തിന്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അഭിരാമിയുടെ. അഭിരാമി എന്ന പെണ്ണിന്റെ കൂടെ 3-4 ദിവസം കാടൻകൊല്ലി പോയല്ലോ. അതിനുശേഷം ഗൗതം എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അഭിരാമിയുടെ ഒപ്പമായിരുന്നു ഗൗതം ഉണ്ടായിരുന്നത്. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു ഇതേ പിങ്കി നീ വെറുതെ അനാവശ്യം പറയലെന്ന് പറയാണ്.
അതും എന്റെ ഗോതമോനെ കുറിച്ച്. എന്റെ ഗോതമോൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാം. പിന്നെ അത്രക്കാരനല്ല പോലും, കൂടുതൽ അറിയാൻ പോകുന്നുള്ളൂ. ഈ സമയം അർജുൻ പറഞ്ഞു, നീ കാര്യം പറമ്പെങ്കിൽ ബാക്കി കാര്യം എന്താണെന്ന് പറ. ആ സമയത്ത് അഭിരാമിയുടെ കൂടെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ അഭിരാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗൗതം പോയിക്കുന്നേ. ഇന്ന് നന്ദയൊക്കെയാണ് ആകുന്ന കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞ പോകണ്ട, നാളെ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേങ്കില് ഗൗതം അതൊന്നും കൂട്ടാക്കില്ല. നമ്മൾ തന്നെ കണ്ടതല്ലേ. അല്ല, അർജുൻ അറിയാവുന്ന കാര്യമല്ലേ. കമ്മീഷണർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമ്മീഷണർ ഫോൺ വിളിച്ചപ്പോൾ ഗൗതം എന്താ പറഞ്ഞേ, പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിന് പോകുന്ന പറഞ്ഞേ. പേഴ്സണൽ ആയിട്ട് കാര്യം, ഈ ഇന്ത്യവരത്തിൽ ആരുടെയും പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഗൗതം പോരാത്തന്നെ ലീവാണ്. ഗൗതം എങ്ങോട്ട് പോയെന്നാ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഈ സമയം മോഹിനി ചോദിച്ചു, എങ്ങോട്ട് പോയെന്ന പിങ്കുമോളെ നീ പറയണേ? ഗൗതം ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റല്? അതെ, അവിടെ ഒരു ഹോസ്പിറ്റല് ഗൗതം ഉണ്ടെന്ന് പറയാം. എന്ന് അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? അതൊക്കെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ നന്ദയും കൂട്ടി അങ്ങോട്ട് ചെന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഗൗതം അവിടെ നിന്ന് കടന്നു കളഞ്ഞെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, അല്ല ഗൗതമേട്ടൻ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു കളയേണ്ട ആവശ്യം എന്താ? അത് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ഒളിച്ചോളേണ്ട ആവശ്യം എന്താന്ന് ചോദിക്കാം. അവിടെയല്ലേ കാര്യമുള്ളത്. ഗൗതം തന്നെയല്ല, ഗൗതത്തിന്റെ കൂടെ അഭിരാമിയുണ്ട്. അവൾക്ക് പനിയോ തലവേദനയൊന്നും ആയിട്ടല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവള് പ്രഗ്നന്റ് ആണ്. അവളുടെ ഡെലിവറി എടുക്കാറായെന്ന് പറയാം. ഇത് കേട്ടത് ഇന്ത്യയിലത്തെ എല്ലാവരും ഒന്ന് ഞെട്ടുവാണ്. ലക്ഷ്മി പറഞ്ഞു, ദേ വെറുതെ നീ അനാവശ്യം പറയരുത് പിങ്കി എന്ന് പറയണം. അനാവശ്യമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച കാര്യമാണ്. ഹോസ്പിറ്റൽ രജിസ്റ്റർ ഞങ്ങൾ കണ്ടു. അതില് അഭിരാമി ഗൗതം എന്നാണ്. ഗൗതത്തിന്റെ ഒപ്പൊക്കെ കിടക്കണേന്ന് പറയാം. ഇത് കേട്ടതും അർജുൻ വരെ ഞെട്ടിപ്പോയി. പിങ്കി നീ സത്യമാണോ പറയണേ? ഞാൻ എന്തിനാ കള്ളം പറയണേ? ഇനിയിപ്പം കള്ളമാന്ന് തോന്നുവാണെങ്കിൽ നന്ദയോട് പോയി ചോദിച്ചേരെ. സ്വന്തം ഭാര്യയല്ലേ, നന്ദ കള്ളം പറയേണ്ട ആവശ്യമൊന്നും പറയാം. ഇത് കേട്ടതും എല്ലാവർക്കും പിന്നെ എന്തും മറുപടി പറയണമെന്നറിയില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ചെല്ലുമെന്നെങ്ങാനും വല്ല അറിവും കിട്ടിയിട്ടാന്ന് നടത്തില്ല. ഗൗതം അവിടെയും കൊണ്ട് കടന്നു കളഞ്ഞെന്ന് പറയാം. അല്ലെങ്കിൽ 2 ദിവസമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും ഗൗതം ഓരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്തു പോകുന്നുണ്ടല്ലോ. എന്തോ അർജുനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ പോണേ എന്നൊക്കെ പറയുവാണ്. എല്ലാവരും കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായിപ്പോയി, വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് അരുന്ധതി പറഞ്ഞു, ഇങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, ഗൗതം വരട്ടെ, ഗൗതത്തിനോട് ചോദിക്കാം. ലക്ഷ്മിയമ്മ അത് തന്നെയാ പറയണേ, ഗൗതം വരട്ടെ, ഗൗതമിന്റെ എന്താ പറയാനുള്ളതെന്ന് അറിയണമല്ലോ. പിങ്കി പറഞ്ഞു, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞറിയിക്കാനില്ല. അവളെ കൊണ്ട് വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവൾ പ്രഗ്നന്റാ. വേറെ ചിലപ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലോ അങ്ങനെ വരാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അർജുന്. പിന്നെ പരിചയത്തിലുള്ള ആളെയല്ലേ തൊട്ടുഴിമി ഭാര്യയെപ്പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോണേ? അങ്ങനെ അല്ലെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോവോ? അതോ നന്ദയോടോ ഈ കുടുംബത്തിലുള്ള ആരോടും പറഞ്ഞിട്ടില്ല അഭിരാമി ആരാന്നുള്ള സത്യം. ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വേറെ പോലീസുകാർ കാണും. അതൊന്നുമില്ല, ഗൗതം മാത്രമുള്ളെന്ന് പറയാം. അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ ഗൗതത്തിന്? അതൊരു ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. എല്ലാവർക്കും ആകെപ്പാടൊരു ഞെട്ടുണ്ടായി. ഏതാ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലോ എന്ന് ഓർക്കുവാണ്. പിന്നീട് ഇതും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം. പരഞ്ചത് പറഞ്ഞ്, ഗൗതം വരട്ടെ, നമുക്ക് ചോദിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം വന്ന് നേരെ മുറിയിലേക്ക് കയറി അങ്ങോട്ട് പോവാണ്. മുറി ചെന്നപ്പോഴത്തേനും നന്ദ ഉണ്ടായിരുന്നു. നന്ദ ഗൗതത്തിനെ കണ്ട് മൈൻഡ് ചെയ്തിരിക്കുക. ഈ സമയം ഗൗതം ചോദിച്ചു, എന്താ നന്ദ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. നന്ദയാനും മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഗൗതം ചോദിച്ചു, എന്ത് പറ്റി, നിനക്ക് എന്തോ ഇതുണ്ടല്ലോ? പെട്ടെന്ന് നന്ദ ചോദിച്ചു, ഈ കഴുത്തി കെട്ടിക്കാൻ താലി, ഇത് ഗൗതം സാറിന് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുക. അതെന്ത് ചോദ്യം നന്ദാ നീ ചോദിക്കുന്നേ? കഴുത്തി കെട്ടിയ താലി പിന്നെ എനിക്കെന്താ മറക്കാൻ പറ്റുമോന്ന് ചോദിക്കും. അപ്പോൾ ഓർമ്മയുണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനോട് നന്ദ പറഞ്ഞു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ആ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അരുന്ധതിയും പിങ്കിയും മോഹിനി എല്ലാവരും വന്നു. പിന്നീട് നന്ദ ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഗൗതം സാർ സത്യം പറയുമെന്ന് ചോദിക്കാം. എന്താ കാര്യം, എന്താന്ന് പറ. അല്ല ഈ അഭിരാമി ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ഒന്ന് ഞെട്ടി. അഭിരാമി കള്ളത്തരം ഒന്നും പറയണ്ട, അഭിരാമി ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് ഗൗതം സാറിന്റെ ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാം. അല്ല എന്റെ ആരും അല്ലെന്ന് പറയണം, വെറുതെ കള്ളത്തരം പറയണ്ട. ഗൗതം സാറിന്റെ പേരുണ്ടല്ലോ, അഭിരാമി ഗൗതം എന്നുള്ള കിടക്കുന്നേ. അഭിരാമിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഗൗതത്തിന്റെ പേരാ കിടക്കുന്നേ. അതെങ്ങനെ വന്നെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗതം വിട്ടി, ദേ നന്ദ വെറുതെ നീ ഒന്നും പറയരുത്. ഇത് കേട്ട പിങ്കി പറഞ്ഞു, വെറുതെ ഒന്നും അല്ല പറഞ്ഞേ, കൃത്യമായിട്ട് തെളിവുകളുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോൾ കള്ളത്തരം മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ഗൗതം എന്ന് പറയണം. പിന്നീട് നന്ദ പറഞ്ഞു, അപ്പൊ എന്റെ ഈ കഴുത്തെ കെട്ടിയ താലിക്ക് ഒരു വിലയില്ലായിരുന്നല്ലേ? ഇത്രയും കാലം എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേന്ന് ചോദിക്കാം. നന്ദ നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. പെട്ടെന്ന് രശ്മിയമ്മ ഇങ്ങോട്ട് വന്നു. ഗൗതത്തിന്റെ കോളറിന് കയറി പിടിച്ചു. സത്യം പറയടാ, ഈ അഭിരാമി ആരാ? അമ്മേ തൽക്കാലത്തേക്ക് എനിക്ക് അഭിരാമിയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഓഹോ, അപ്പൊ നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? അതിനേക്കാളുപരി ഞങ്ങളെക്കാളും ഒക്കെ കൂടുതൽ ബന്ധം അവളുമായിട്ട് നിനക്കുണ്ടല്ലേ എന്ന് ചോദിക്കാം. ഈ സമയം നന്ദ പറഞ്ഞു, അതെ എന്നെ മാത്രമല്ല ഗൗതം സാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കുടുംബത്തെ ഇന്ത്യവരത്തെ മൊത്തം ചതിച്ചുകൊണ്ടിരിക്കുന്നത്.
അരുന്ധതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എന്നാലും ഞങ്ങൾ ഇത്രയൊക്കെ ആരും പ്രതീക്ഷിച്ചില്ല ഗൗതം, നീ ഇതുപോലെ തരം താഴ്ന്ന പ്രവർത്തികളൊക്കെ ചെയ്യുമെന്ന്. നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാകുന്നില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ ഇന്ത്യവരത്തിന് ചേരുന്ന പ്രവൃത്തിയല്ല നീ ചെയ്തിരിക്കുന്നത്. അറിയാലോ, നീ എത്ര വലിയ തെറ്റും കുറ്റവും ചെയ്തിരിക്കുന്ന കാര്യം അറിയാലോ എന്ന് പറയാം. നന്ദ പറഞ്ഞു, ഞാൻ ഗൗസാറിന്റെ കാല് പിടിച്ചത് പറഞ്ഞല്ലേ ഇന്ന് പോവണ്ട, നാളെ എൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് പോലും ഗൗതം സാറ് നിന്നില്ലല്ലോ. ഗൗതം സാറും കൂടി പോവല്ലേ ചെയ്തേ, അഭിരാമിയെ കാണാൻ വേണ്ടി പോവല്ലേ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ഒരു വട്ടം അല്ല 2 വട്ടം ഞാൻ പറഞ്ഞു ഇനി അഭിരാമിയെ കുറിച്ച് ചോദിക്കില്ലെന്ന്. എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാ, അതൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, എന്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്? ഞങ്ങളോട് എല്ലാവരും തുറന്നു പറയാൻ പറ്റാത്ത എന്താ ഒഫീഷ്യൽ കാര്യങ്ങൾ? അഭിരാമി ആരാന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഗൗതം സാറിന് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിനർത്ഥം ഗൗതം സാർ എന്തോ കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട്. സത്യം പറ. അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞ് ഗൗതം സാറിന്റെ ആണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. നന്ദ നീ എന്താ പറയണമെന്ന് ചോദിച്ചാൽ നന്ദനെ അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഇടയിൽ കയറി വീണു. തൊട്ട് പോരത് അവളെ. നിനക്ക് അവളെ അടിക്കാൻ എന്നെ അർഹതയിരിക്കുന്നേ? അവളെ ചോദിച്ചതിന് ഉത്തരം പറ. നീ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണും. അതെന്താന്ന് അറിയണമെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, നീ അതിന് ഒരു ഉത്തരം തന്നിട്ട് ഇവിടെ നിന്നാ മതി എന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ കുഴപ്പമുള്ളൂ, ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാം. എന്നെ ഇവിടെ കാണുന്നോണ്ടല്ലേ എല്ലാവർക്കും പ്രശ്നമുള്ളതെന്നും പറഞ്ഞോട്ട് ഗൗതം എന്തിയാണ് തിരികെ അങ്ങോട്ട് പോവാ. ഈ സമയം ലക്ഷ്മിയമ്മ മോനെന്നും പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷെ ഗൗതം നിന്നില്ല. ഗൗതം നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം അർജുൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഗൗതം സാർ എങ്ങോട്ടാ പോണേന്ന് അറിയണം. പെട്ടെന്ന് തന്നെ അർജുനും ആ പുറകെ പോവാണ്. പിങ്കി പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഗൗതത്തിന്റെ കള്ളത്തരം മനസ്സിലായില്ലേ? ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായല്ലോ, കള്ളത്തരം ഉള്ളതുകൊണ്ടാ പോകുന്നത്, കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ പോയത് കണ്ടോ? ഗൗതത്തിന്റെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയണം. ഈ സമയം അർജുൻ ഗൗതത്തിനെ ഫോളോ ചെയ്യുക, എങ്ങോട്ടാ പോണേന്ന് അറിയണം. അങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും കുറെ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും കണ്ടു ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് വണ്ടിയും കൊണ്ടങ്ങ് പോണേ. അപ്പൊ ഈ ഹോസ്പിറ്റലിലാണ് ഇനിയിപ്പോ അഭിരാമി ഉള്ളത്. അഭിരാമി ആരാന്ന് കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ ഗൗതം പോകുന്ന പുറകെ തന്നെ അർജുൻ കയറി പോവാണ്. അങ്ങനെ ഗൗതം കാണാതെ ഒരടി അകല് വിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഗൗതം നേരെ അഭിരാമിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അഭിരാമിയുടെ മുറിയിലേക്ക് ഇപ്പൊ അഭിരാമി പെട്ടെന്ന് ചോദിച്ചു, എന്താ ഗൗതം? ഗൗതം എന്താ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ, മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് അർജുൻ അങ്ങോട്ട് വരുന്നത്. അർജുൻ പതുക്കെ ഡോർ ഇങ്ങനെ കുറച്ച് തുറന്നു കൊടുക്കായിരുന്നു. ആ ഡോറിനുള്ളിൽ കൂടെ അങ്ങ് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അഭിരാമിയും ഗൗതമും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അഭിരാമിയുടെ മുഖം കണ്ട് ഒരു നിമിഷം അർജുൻ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അർജുനിനെ അറിയും അഭിരാമി ആരാന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.